ഓഗസ്റ്റ് 8-ാം തീയതി ഡൽഹിയിൽ വെച്ച് നടക്കാൻ പോകുന്ന പ്രവാസി ഡയസ്പോറയിൽ ഇവിടുത്തെ പ്രവാസി സംഘടനകളാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. പ്രവാസി സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാർന്ന ഒരു സംഗമമാണ് 8-ാം തീയതി ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അബുദാബിയിലെ പ്രവാസി സംഘടനകളിൽ KMCCയുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന ചില പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നിച്ചുള്ള ഒറ്റ ശബ്ദമാക്കിയിട്ട് ഡൽഹിയിലെ നമ്മുടെ MP-മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവർ കാര്യകാരണ സഹിതം ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഗമത്തിൻ്റെ ആവശ്യം. മന്ത്രിമാരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഇത് ഇവിടെ തന്നെ നിങ്ങൾ കണ്ടോ, 10-30ഓളം വരുന്ന പ്രവാസി സംഘടനകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച മൂവ്മെൻറ്റാണ്. ഇന്ന് പുതുതായിട്ട് ഉയർന്നതല്ല, കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഒരു മൂവ്മെൻറ്റാണ്. KMCC നടത്തിയ കേരള ഫെസ്റ്റിലൂടെ ഉയർന്നു വന്ന ഒരു ചില ആവശ്യങ്ങളായിരുന്നു. അതാണ് നമ്മൾ ഒരു ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഈ സീസൺ സമയത്തെ അമിതമായിട്ടുള്ള നിരക്ക് കുറച്ചേ പറ്റൂ. അതാണ് പ്രവാസി സമൂഹം എന്നായിട്ട് പറയുന്നത്. ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെയുള്ള പ്രചരണമൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനുള്ള സാധ്യത? നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ പ്രവാസികളുടെ ശബ്ദമാണ്, പാവങ്ങളുടെ ശബ്ദമാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇന്ന് പാർലമെൻറ്റിൽ വിളിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിൻ്റെ അന്നേരത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ഉണ്ടാവും. ഇതിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിൽ പ്രവാസികൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ MP-മാരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സംഗമമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ ഇപ്പോഴേ കേരളത്തിലുള്ള 2 മന്ത്രിമാരുണ്ട്, അവരും ഉണ്ടാവണം. അതായിരുന്നു നമ്മളുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭരണപക്ഷത്തു നിന്നുള്ള പ്രതിനിധികളും ഈ സമ്മിറ്റിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലേ. നമുക്ക് ഭരണപക്ഷം പ്രതിപക്ഷമില്ല, നമുക്ക് പാവങ്ങളുടെ ആവശ്യമാണ്. ഇവിടെ KMCC തുടങ്ങി വെച്ച ഷുക്കൂർ അലി പറഞ്ഞു വെച്ച ഈ കാര്യങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുപോകണം. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ഈ സോഷ്യൽ മീഡിയ ഇവിടെ തുടങ്ങിയത് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 200-250ഓളം ആൾക്കാർ അവിടെ ചെല്ലുന്നു. ഞങ്ങളുടെ ശബ്ദം ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ പ്രസൻസ് കൂടി അവിടെ എത്തണം. അതിനുവേണ്ടിയാണ് 8-ാം തീയതി ഞങ്ങൾ എല്ലാവരും അവിടെ സംഗമിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവാസ സമൂഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ഡയസ്പോറ സമ്മിറ്റ് ഡൽഹിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഡയസ്പോറ സമ്മിറ്റിലൂടെ നമ്മൾ പ്രവാസികളുടെ ഒരു കൂട്ടായ പരിശ്രമം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഡയസ്പോറ സബ്മിറ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സീസൺ സമയത്തെ വിമാനയാത്രാ കൂലി എന്നുള്ളതായിരുന്നു. ഈ വിഷയം അബുദാബിയിൽ നിന്നൊരു റെപ്രസെൻറ്റേഷനായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗങ്ങൾ മുമ്പിലേക്കും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രിയുടെ മുമ്പിലേക്കും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ മുമ്പിലേക്കും നമ്മൾ എത്തിക്കുമ്പോൾ അതിന് വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രവാസ സമൂഹം മൊത്തത്തിൽ നോക്കിക്കാണുന്നത്. ഈ പ്രതീക്ഷ അസ്ഥാനത്താകില്ല, അതിന് നേട്ടമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഡയസ്പോറയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്.